അത്രയും പൊന്നുപോലെ വളർത്തിയ മകൾ ഒരു ദിവസം വന്ന് പറയാണ് എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്. അതെ, ഇവള് പറഞ്ഞു ബഡായി ബംഗ്ലാവിൽ ഞാൻ പോയൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് ആ മെസ്സേജ് കാണുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാ. ആഹാ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അങ്ങനെ മെസ്സേജ് അയച്ചു തുടങ്ങി ഞങ്ങള് ഫ്രണ്ട്സായി. പിന്നെ എപ്പോഴോ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ സംഭവിച്ചാലേ അങ്ങനെ എല്ലാവർക്കും അയക്കുന്ന കൂട്ടത്തിൽ അങ്ങ് മെസ്സേജ് അയച്ചു തന്നെയുള്ളൂ. പക്ഷെ പിന്നീട് അവർ അന്വേഷിച്ചപ്പോ ഇത്രയും സൽഗുണസമ്പന്നനായ ഒരാൾ ആ നാട്ടിൽ വേറെ ഇല്ല. പയ്യൻ എന്ന് നാട്ടിലൊരു കരക്കമ്പി. അതെ, കരക്കമ്പിയുള്ള സത്യാണത്. എന്നെ തള്ളാൻ എനിക്ക് വേറെ പിന്നെ അമ്മ പിന്നെ ഡെയിലി വാട്സപ്പ് നോക്കുമ്പോ പാട്ട് പാടിയിടുന്നു, ഡാൻസ് കളിച്ചിടുന്നു, ടിക്ടോക്ക് ചെയ്തിടുന്നു. ഈനോന്നല്ലേ നീ ഓന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആക്കിയിരുന്നു. നേരെ തിരിച്ചാണ് ഇവളുടെ വീട്ടിൽ ഇവള് അതായത് വെറുതെ ഇരുന്ന് ഫോൺ നോക്കിയിരിക്കും. എന്റെ വീട്ടിൽ വന്നാൽ ഇത്രയും നല്ലൊരു മരുമോള് ആ പരിസരത്തുണ്ടാവില്ല. എന്താണ് പ്രൈമറി 2 അപ്ഡേറ്റ് കാര്യങ്ങൾ? ഞങ്ങൾക്കും ഒന്നും അറിയില്ല. ഇതൊക്കെ തന്നെ ഞങ്ങള് ഇങ്ങനെ ന്യൂസ് കാണുമ്പോ ഇല്ലേ അങ്ങനെ ഞങ്ങള് ന്യൂസ് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ വീട്ടിൽ അമ്മ ഒന്ന് പോയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിക്കും. നേരെ മനസ്സിൽ വീട്ടിൽ എനിക്ക് ചായ എടുക്കട്ടെ ഇങ്ങനെ ആവാൻ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് വളരെ സുന്ദരക്കുട്ടപ്പനും സുന്ദരിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു കിടിലം കപ്പിളാണ്. രണ്ടുപേരും ആക്ച്വലി വളരെ എനർജറ്റിക് ആയിട്ട് ഈവൻ റീൽസിലാണെങ്കിലും വീഡിയോയിലൊക്കെ ആണെങ്കിലും നിൽക്കുന്ന ആൾക്കാരാണ്. സോ അഖില ആൻഡ് രാഹുൽ പി. ഹലോ, വെൽക്കം. താങ്ക് യു. പറയൂ, എന്താണ് വിശേഷങ്ങൾ? എങ്ങനെ പോകുന്നു? സുഖമായിരിക്കുന്നു. ഇന്നാണോ ഒരു ഒഴിവ് ദിവസം കിട്ടിയത് പണിമുടക്ക് ആയതുകൊണ്ട്? നമുക്ക് പണി കൊടുക്കില്ല, നമ്മളെ എമർജൻസി സർവീസ് ആണ്. എന്ത് പണി കൊടുക്കാൻ? അതെ, ഇന്നലെ എത്തി അല്ലേ? ഇന്നലെ നൈറ്റ് എത്തി. ഇപ്പൊ പുതിയ വിശേഷങ്ങൾ പറയൂ അഖില. അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയല്ലേ, ഇപ്പൊ എല്ലാം അവിടെയാണല്ലോ. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ രാവിലെ പറയൂ. അല്ല, ഇവളുടെ ഇപ്പൊ 2 സിനിമ ഇറങ്ങാനുണ്ട്. അതെ, 2ഉം ഡബ് കഴിഞ്ഞ് നിൽക്കുകയാണ്. വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാം അല്ലേ? അഖിലേ, വിശേഷങ്ങൾ മുഴുവൻ ഇവിടെയാന്ന് പറഞ്ഞപ്പോ കറക്റ്റ്. അല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിശേഷം പറയാൻ, നമ്മളിങ്ങനെ കുറച്ച് റീൽസ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ജോലിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ആണ്. അത് കുറച്ചും ഇത് കുറച്ച് ഇങ്ങനെ. ശരി, നമുക്ക് നിങ്ങൾ അറിയാമെങ്കിലും നമ്മുടെ ഓഡിയൻസ് കുറച്ച് ആൾക്കാർക്ക് അറിയാത്ത കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് 2 ധ്രുവങ്ങളിൽ ഒരാൾ വേറൊരു പാരലൽ വേൾഡിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് ഒരുമിച്ചത്? ആ ഒരു കഥയും കൂടെ ഒന്ന് പറയും. ആരാണ് കൈ പൊക്കി പറയണേ, പറയുന്നത് ആരാന്ന്? അല്ല, നമ്മൾ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ PG പഠിക്കുമ്പോ, ഞാൻ കോയമ്പത്തൂരായിരുന്നു PG പഠിച്ചത്. അപ്പൊ ആ സമയത്ത് കോയമ്പത്തൂർ ഏത് കോളേജ്? CMS കോളേജ്. അപ്പം അത് പഠിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ചുമ്മാ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ പഴയ മെസ്സേജസ് ഒക്കെ നോക്കുമല്ലോ. ആ നോക്കുന്ന കൂട്ടത്തിൽ ഒരു 2 വർഷം മുന്നേ, അതായത് കറക്റ്റ് പറഞ്ഞാൽ എന്റെ ബഡായി ബംഗ്ലാവിൽ എന്റെ ഒരു വീഡിയോ, ബഡായി ബംഗ്ലാവിൽ ഞാൻ പോയൊരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നാട്ടുകാരി ആയതിൽ വളരെയധികം സന്തോഷം, അഭിമാനം, ഇതൊക്കെ കാണുമ്പോ അതൊക്കെ പറഞ്ഞിട്ട്. അത് ആ മെസ്സേജ് കാണുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാ. ശരി. അപ്പൊ ഞാൻ ഇങ്ങനെ ആഹാ ഓക്കെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അങ്ങനെ മെസ്സേജ് അയച്ചു തുടങ്ങി ഞങ്ങള് ഫ്രണ്ട്സായി. പിന്നെ എപ്പോഴോ നമ്മൾ നമ്മൾ പറഞ്ഞു എന്നാ പിന്നെ സംഭവിച്ചാലേ ആ സമയത്ത് ഇങ്ങനെ ഒരു TV ചാനലിലൊക്കെ ഒരാള് വരുന്നത് വളരെ റെയറായിട്ടാണ്. കുറെ വർഷം മുന്നേ ആണല്ലോ. അപ്പൊ അങ്ങനെ ഈ ബഡായി ബംഗ്ലാവിൽ നമ്മുടെ നാട്ടുകാരിയായ ഒരാൾ ഗസ്റ്റ് ആയിട്ട് വരുന്നു. നമ്മൾ പ്രൗഡ് ഫീൽ. അപ്പൊ ഞാൻ ആ കൂട്ടത്തില് അങ്ങനെ എല്ലാവർക്കും അയക്കുന്ന കൂട്ടത്തിൽ അങ്ങ് മെസ്സേജ് അയച്ചു തന്നെയുള്ളൂ. അതായത് നമ്മുടെ നാട്ടില് തന്നെ ഉള്ള ഒരാളിങ്ങനെ ഒരു വീഡിയോ, ഒരു ചാനലില് ഗസ്റ്റ് ആയിട്ട് പോകുന്നവരും നമ്മൾക്കൊരു പ്രൗഡാണ്. അപ്പൊ ഇനിയും വീഡിയോസ് ഒക്കെ ചെയ്യൂ, ഒരുപാട് ഉന്നതിയിലേക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞു, ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയച്ചതാണ്. അതെ, നമ്മുടെ തന്നെ അടുത്തുള്ള ഒരു വ്യക്തി. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ മെസ്സേജസ് അവിടെ തീർന്നു. എനിക്ക് അത് റിപ്ലൈ കിട്ടുന്നോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അതിന്റെ റിപ്ലൈ വരുന്നത്.
അപ്പൊ ഞാൻ ഇത് ആരാടാവോ, ഞാനത് നോക്കി. അവർ ഞാൻ അന്ന് മെസ്സേജ് അയച്ചാള് റിപ്ലൈ തന്നിരിക്കുന്നു ഒടുവിൽ. അപ്പൊ ഞാൻ അങ്ങനെ മെസ്സേജ് തിരിച്ച് ഒരു ഇത് കൊടുത്തു, റിപ്ലൈ കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല, എന്തായാലും ഒരുപാട് സന്തോഷം. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് കുറച്ച് ഇങ്ങനെ എഴുത്ത് പരിപാടി ഉണ്ടായിരുന്നു ചെറുതായിട്ട്, ഇങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഇവൾക്കും അത്യാവശ്യം ആ സമയത്ത് എഴുത്തിൻ്റെ ഒരു പരിപാടി കമ്പൗണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സ്റ്റോറി, ഞാനൊരു സമയത്ത് ഒരു കൊല്ലത്തെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിന് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന ആ ഒരു ചെറിയൊരു ജേണി ഞാനൊരു സ്റ്റോറി പോലെ എഴുതിയിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റായിട്ട്. അപ്പൊ അത് ഫ്രണ്ട്സ് ആണ്? അല്ല അല്ല, ആ സമയത്ത് അങ്ങനെ ടച്ച് ഇല്ല, ഈ ഒരു മെസ്സേജിൽ തീർന്നു. ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്തു, റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ആ പോസ്റ്റ് ഇട്ട്, പിന്നെ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറഞ്ഞു, ഇനി എഴുതാൻ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ എഴുതിയിട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇവളും അതേപോലെ മെസ്സേജ് അയച്ചു, ഞാൻ ഇത് വായിച്ചു, നന്നായിട്ടുണ്ട്, എഴുതുമോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് നമ്മുടെ കണക്ഷൻ തുടങ്ങുന്നത്. ശരി, അവിടെ ഒരു ജെനുവിൻ കമന്റ് ആയിട്ട് അത് പറഞ്ഞു. നല്ല. അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു ചോദിച്ചു, ഞാൻ അങ്ങനെ എഴുതുന്ന കൂട്ടത്തിലൊന്നും അല്ല, ഞാൻ വെറുതെ എഴുതി നോക്കിയതാണ്, എങ്ങനെയാണ്, വായിക്കോ, എഴുതാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ അതിലാണ് ഒരു കണക്ഷൻ തുടങ്ങിയത്. ശരിക്കും എഴുത്തിലാണ് നമ്മളൊരു കണക്ഷൻ തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുറെ സിമിലാരിറ്റീസ് നമ്മുടെ ക്യാരക്ടേഴ്സിൽ വരുന്നതും അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നപ്പോൾ കുറച്ച് കൂടുതൽ അടുത്തു. ശരി, നല്ല ഫ്രണ്ട്സ് ആയി. അതെ. പിന്നെ എപ്പോഴാണ് പിന്നെ കുറച്ച് ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും അല്ലേ, ഒരു വർഷം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. പ്രഷർ എന്നല്ല, ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം പുതിയ വീടൊക്കെ ആയി, അപ്പോൾ നമുക്ക് കല്യാണം കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഒരു പെണ്ണിനെ കണ്ട് പിറ്റേന്ന് കണ്ട ഉടനെ തന്നെ ആ പെണ്ണിന് ഇഷ്ടമായി, അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ പോകില്ല എന്നുള്ളത് എൻ്റെ വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിലൊരാളുണ്ട്, അപ്പോൾ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അവൾക്കും വലിയ കുഴപ്പമില്ല. അവൾ പറഞ്ഞു വെച്ചാൽ ഫാമിലി ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഫാമിലി ആയിട്ട് സംസാരിച്ചു, ഇവളെ വീട്ടിൽ അവതരിപ്പിച്ചു, ഞാൻ എൻ്റെ വീട്ടിൽ അവതരിപ്പിച്ചു. എൻ്റെ വീട്ടിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇവളുടെ വീട്ടിൽ ആദ്യം ഒരു ചെറിയൊരു സ്വാഭാവികം. അപ്പൊ അത് കഴിഞ്ഞ് സ്വയം കണ്ടുപിടിക്കുന്നതുകൊണ്ടുള്ള അത് ഇവരുടെ കുടുംബത്തിൽ ആരും അങ്ങനെ ഇതുവരെ സ്വയം കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് സ്വയം കണ്ടുപിടിച്ച ആളാണ്. അപ്പൊ ആ സമയത്ത് ചെറിയൊരു പൊട്ടലും ചിറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവർ അന്വേഷിച്ചപ്പോ ഇത്രയും സൽഗുണസമ്പന്നനായ ഒരാള് ആ നാട്ടിൽ വേറെ ഇല്ല. പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പൊ താങ്കളുടെ ജോലി അത് തന്നെയല്ലായിരുന്നോ? അതെ, തീർച്ചയായും. അല്ല, ഫയർഫോഴ്സ് തന്നെയായിരുന്നു. അതാ ചോദിച്ചേ. പിന്നെന്താ ജോലിയാന്ന് ചോദിച്ചേ? ആ ടൈമിൽ ജോയിൻ ചെയ്തായിരുന്നല്ലോ എന്ന് ചോദിച്ചാ. ഞാനിപ്പോ 9 വർഷം ആവാണ്. അതെ അതാ ചോദിച്ചേ. ഓക്കെ, അപ്പൊ അത്രയും നല്ലൊരു വ്യക്തി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഈ ഫെബ്രുവരി 28. 5 വർഷം തികയാൻ പോവാണ്. മക്കളെ, മൈ ഗാഡ്. നമുക്കിവിടെ കേക്ക് കട്ട് ചെയ്യായിരുന്നു. കുഴപ്പമില്ല, നാളെയും കട്ട് ചെയ്യാലോ. ഇന്നിവര് പോവാ ഗോവയ്ക്കും കണ്ട് അല്ലേ? മലേഷ്യയിൽ പോവാ. എന്നിട്ട് എന്നാ തിരിച്ചു വരുന്നേ? ഒരു 4 ദിവസം കഴിഞ്ഞ്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സെറ്റ്. അപ്പൊ പറയാം, കട്ട് ചെയ്യോ? ഉറപ്പായിട്ടും പറ്റിക്കൂലല്ലേ? എനിക്കിവിടെ വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അന്വേഷിച്ചപ്പം നല്ല പയ്യൻ എന്ന് നാട്ടിലൊരു കരക്കമ്പി വന്നു. അതെ, കരക്കമ്പിയുള്ള സത്യാണത്. സത്യം. ഓക്കെ, അപ്പൊ അങ്ങനെ പിന്നെ ഇവരുടെ റിലേറ്റീവ് ഉണ്ട്, നമ്മുടെ വീട്ടിന്റെ അടുത്ത് റിലേറ്റീവ് ഉണ്ട്. അപ്പൊ അങ്ങനെ അവര് ത്രൂ അന്വേഷിച്ചു. ഒരാളിങ്ങനെ റിലേറ്റീവ് അന്വേഷിക്കാൻ വിടുന്നിട്ട് ഇവനെ അറിയോന്നേ ചോദിച്ചുള്ളൂ. ബാക്കി മൊത്തം അവര് പറഞ്ഞു. ഇത്രയും നല്ല ചെറുക്കാൻ ഇവിടെ ഇല്ല, എന്നെ തള്ളാൻ എനിക്ക് വേറെ തെണ്ടിടാച്ചില്ല. പറയാനില്ല എന്നെ പറ്റിട്ട് നിലവിൽ. അതുകൊണ്ട് അങ്ങനെ അവര് ഓക്കെ ആയി. ഇപ്പൊന്ന് വെച്ചാൽ ഇവരെ വീട്ടുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല എന്നായി. ഇവളില്ലെങ്കിലും കുഴപ്പമില്ല. എന്റെ രാഹുൽ പോലെ ഉണ്ടെങ്കിൽ സത്യാണ്. അങ്ങനെയാണല്ലേ, കയ്യിലെടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെ മറ്റേ ആ ത്രൂ ആൾക്കാർ പോയി അന്വേഷിച്ചപ്പം പോസിറ്റീവ് കിട്ടി. അങ്ങനെ വീട്ടിൽ പറഞ്ഞു, വീട്ടുകാർ ഓക്കെ ആയി. പിന്നെ വന്ന് കാണാൻ വന്നു. ഫസ്റ്റ് ഇവരുടെ അഖിലയുടെ പാരൻസ് രാഹുലിനെ കണ്ട ഒരു ടൈം ഉണ്ടല്ലോ, അതായത് ത്രൂ ഫോൺ, അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ, പാരൻസ് വന്ന് കാണാൻ വരുന്നു. ആ ഒരു മൊമെന്റ് ഒന്ന് പറയാം. കോവിഡിന്റെ അതിനു മുമ്പ് കണ്ടായിരുന്നു? അല്ല, അതിനു മുമ്പ് കണ്ടിരുന്നു. പക്ഷെ ഇങ്ങനെ ജസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തിയിട്ട് കണ്ടിരുന്നു അച്ഛന്. പിന്നെ വേറെ എന്തായിരുന്നു, നമ്മള് നമ്പർ കിട്ടാൻ വേണ്ടിട്ട് എന്തോ ഒരു ഐഡിയ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ലേ?
ആരുടെ നമ്പർ എന്തൊക്കെ ആ, കുരുട്ട് എന്തൊക്കെയോ പരിപാടികളൊക്കെ കുരുട്ട് അമ്മയുടെ നമ്പർ കിട്ടാൻ വേണ്ടി ആ. അങ്ങനെ എന്തൊക്കെ ഞാൻ ഗൂഗിൾ പേ ചെയ്യും അങ്ങനെ എന്തൊക്കെയാ ചെയ്തു. അതെ ഇവള് പറഞ്ഞു ഇവളെ ഇത് കഴിഞ്ഞ് ഞാൻ ഏറില്ല, പോ. കുഴപ്പമില്ല. അതെങ്ങനെ ഗൂഗിൾ പേ എന്ന് വെച്ചാ ഓർമ്മയില്ല എന്തായാലും അതെ പറഞ്ഞ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് കൊണ്ടുവന്നല്ലോ അപ്പൊ പൈസ കൊടുക്കണല്ലോ. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ നമ്പർ സേവ് ചെയ്താൽ മാത്രമേ ഗൂഗിൾ പേയിൽ പൈസ അയക്കാൻ പറ്റുള്ളൂ. ഓ ആ ഇവള് പറഞ്ഞു അമ്മ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന ആളാണ്, അപ്പൊ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കാണും. അപ്പൊ ഈ മുഖം ഒന്ന് രജിസ്റ്റർ ആയിക്കോട്ടെ. ഓ ഇംപ്രസിംഗ് നമ്മൾ ഇംപ്രവൈസേഷൻ ഓഫ് ഇതൊക്കെ അമ്മ ഇപ്പോഴായിരിക്കും ഇറങ്ങുന്നത്. അമ്മയൊക്കെ ഇപ്പോഴറിയത്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ പിന്നെ ഡെയിലി വാട്സപ്പ് നോക്കുമ്പോ പി പാട്ട് പാടിയിടുന്നു, ഡാൻസ് കളിച്ചിടുന്നു, ടിക്ടോക്ക് ചെയ്തിടുന്നു. അമ്മ ഇംപ്രസ്ഡ്. നല്ല കഴിവുള്ള ചെക്കനാണ്. ഞാൻ പറഞ്ഞു, പൊന്നെ. അല്ല അമ്മ ഇപ്പൊ ഓൾറെഡി നമ്പർ സേവ് ചെയ്തോണ്ട് തീർച്ചയായിട്ടും വാട്സപ്പ് കാണും. സ്റ്റാറ്റസ് നോക്കിയപ്പോ ഫുള്ള് പിപിയുടെ ഡാൻസ് പാട്ട് എല്ലാം അമ്മയുടെ വാട്സപ്പ് സ്റ്റാറ്റസ്. എല്ലാത്തിലും കേറി ഉളുപ്പില്ലാത്തോണ്ട് എല്ലാം ചെയ്യും. ഈ ചെക്കൻ എന്നാ നല്ല പാട്ടന്നെ ഇപ്പൊ ഈ ചെക്കന്റെ നല്ല പറയും. അമ്മ പറയും. അപ്പൊ അപ്പൊ അഖില ആണോ? കേടില്ല അല്ലേ? ആ ആട്ടം നല്ലോണം പാടും. പണ്ടേ പാടുന്ന ആട്ടം തന്നെ നല്ല പറയും. അപ്പൊ അമ്മ മെസ്സേജ് അയക്കുവോ ഇത് കണ്ടിട്ട് മോനെ അടിപൊളി എന്നൊക്കെ പറഞ്ഞു? ആ ലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു 1-2 പ്രാവശ്യം. അപ്പൊ അതിനുവേണ്ടി ഒരു പ്രയത്നമായിരുന്നു പിന്നെ അമ്മ ഇംപ്രസ് പിന്നെ അങ്ങനെ ഞാൻ അങ്ങനെ അത് മെസ്സേജ് അയച്ചിട്ട് വെറുതെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റസിലൂടെ നമ്മുടെ പ്രവർത്തികൾ ഇടുന്നു. ഇല്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവതരിപ്പിച്ചല്ലോ, അപ്പൊ മനസ്സിലായി ഇതിനായിരുന്നല്ലേ നീ നമ്പർ സേവ്. ഗൂഗിൾ പേ ചെയ്തതും നമ്പർ സേവ് ചെയ്തതും ഒക്കെ. പക്ഷെ അതെന്തായാലും ഭംഗിയായിട്ട് എന്നാ തീർന്നു. അമ്മ പിന്നെ മാരേജ് ടൈമില് ഐ മീൻ അത് കഴിഞ്ഞിട്ട് ഈ അമ്മ അറിയുന്നുണ്ടല്ലോ ഈ പയ്യൻ ആണ് അതിനാണ് നമ്പർ. അന്നേരം എന്താണ് അഖിലയോട് അമ്മ പറഞ്ഞത്? എടി ഭയങ്കര എന്തായാലും അല്ല അത് അമ്മ ദേഷ്യത്തിൽ അങ്ങ് തീർത്തായിരുന്നു. ഈനാന്നല്ലേ നീ ഓന്റെ നമ്പർ എന്റെ ഫോണിൽ സേവ് ആക്കി. അങ്ങനെ പറഞ്ഞു ആദ്യം. ആ ദേഷ്യം അത് ഉണ്ടാവല്ലോ, കാരണം അത്രയും പൊന്നുപോലെ വളർത്തിയ മകൾ ഒരു ദിവസം വന്ന് പറയാണ് എനിക്കൊരു ചെറുക്കനെ ഇഷ്ടമാണ്. അങ്ങനെ അതൊരു ദേഷ്യത്തിലെല്ലാം പറഞ്ഞു തീർത്തായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം രാഹുൽ മോൻ വേണം. ഇപ്പൊ രാഹുൽ ഇപ്പൊ നമ്മൾ അടയും ചക്കരയാണ്. ആണല്ലേ? രാഹുൽ മെയിൻ ആയി പോയി. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന പതിവ് ഉണ്ടെന്ന് തോന്നുന്നു രാഹുലിന്. അല്ല അങ്ങനെ ഇവളെക്കാളും കൂടുതൽ ഇപ്പം ഇവള് ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ബാക്കോട്ടാണ്. എന്താ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ഒരു എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ പായസം കുടിക്കൂല, പി പായസം കുടിക്കും. പായസത്തിന്റെ മാത്രല്ല അവര് ഫുഡിന്റെ കാര്യത്തില് ഭയങ്കര അടിപൊളിയാ. നല്ലോണം ഫുഡ് ഉണ്ടാക്കാൻ പിന്നെ ഫുഡ് കൊടുക്കാൻ ഭയങ്കര സത്യം പറയാലോ നമുക്ക്. ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഭയങ്കര താല്പര്യം. ഇവളാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത ആളാ ഫുഡ്. ഞാൻ കഴിക്കൂല ഫുഡ് അധികം കഴിക്കുന്ന ആളല്ല. അപ്പൊ അങ്ങനെയാണ് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനാണെങ്കിൽ ഫുഡ് ഭയങ്കര താല്പര്യമില്ല ആളാ. അപ്പൊ അവർക്ക് ഒരാളെ കിട്ടി. ഓഹോ. അപ്പൊ അതാണ് പ്രത്യേക സന്തോഷം, ഇരട്ടി സന്തോഷം. സംസാരിക്കാനും ഉണ്ടാക്കി കൊടുക്കാനും. കാരണം വീട്ടില് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാല് മോള് കഴിക്കുകയല്ല, മോൻ കഴിക്കും. പിന്നെ അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. ഇവളാണെങ്കിൽ എന്തെങ്കിലും പറയുന്ന സമയത്ത് അതല്ലേലും അങ്ങനെയാണ്. സ്വന്തം മോളുടെ അടുത്ത് പറയും, പക്ഷെ മരുമോന്റെ അടുത്ത് പറയും അമ്മേ. ഞാൻ എന്റെ വീട്ടിൽ ചിലപ്പോ എന്റെ അമ്മക്ക് എന്നെ ഏറ്റവും കുറവ്. പക്ഷെ ഇവള് എന്റെ വീട്ടിൽ വന്ന് നേരെ തിരിച്ചാട്ടോ, നേരെ തിരിച്ചാണ്. ഇവളുടെ വീട്ടിൽ ഇവള് അതായത് വെറുതെ ഇരുന്ന് ഫോണ് നോക്കിയിരിക്കും. എന്റെ വീട്ടിൽ വന്നാൽ ഇത്രയും നല്ലൊരു മരുമോള് ആ പരിസരത്തുണ്ടാവില്ല. സത്യം. അതെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെയാണല്ലേ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും, പിപ്പിയുടെ വീട്ടിൽ ഞാൻ കൊണ്ടുപോകും. കൊണ്ടുപോയി അവർക്ക് മനസ്സിലാവും നീ എന്ത് ചെയ്യും. അത് എന്റെ വീട്ടിൽ അമ്മ ഒന്ന് പോയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിക്കും. നേരെ മറിച്ച് പിപ്പിയുടെ വീട്ടിൽ വാ എനിക്ക് ചായ എടുക്കട്ടെ ഇങ്ങനെ കുടിക്കാൻ ചായയോ അതോ കാപ്പിയോ? നല്ല രാവിലെ ആയി എന്താ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മടിയാ എനിക്ക് എല്ലാത്തിനും. ആണല്ലേ? അവിടെ അമ്മ ചോദിക്കണം മോളെ എത്ര പിന്നെ ദോശ എത്ര എണ്ണം വേണം? എനിക്ക് ദോശ വേണ്ട, അല്ലെങ്കിൽ എത്ര എണ്ണെങ്കിലും ആക്കുക. അത് ചോദിച്ചോണ്ടിരിക്കണം. വീട്ടിലാണെങ്കിലോ അമ്മയോട് തിരിച്ചു ചോദിക്കും, അമ്മ എത്ര ദോശ ചൂടണം അമ്മേ? അപ്പൊ അവിടെ അമ്മ മോളുടെ ഇഷ്ടം പോലെ. മറ്റേ ഇതില് പറഞ്ഞ പോലെ മണിച്ചിത്താഴിൽ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. അതാണ് മറ്റേ മൾട്ടിപ്പിൾ ഡ്യുവൽ പേഴ്സണാലിറ്റി. അടിപൊളി. പാരന്റ്സിന്റെ അടുക്ക അത്യാവശ്യം അല്ലേ? അതെ, ഇത് ഇറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരു തീരുമാനം ആയേ പറ്റുള്ളൂ അല്ലേ? അതുപോലെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്കില്ല് നോക്കുമ്പോൾ
അല്ലെങ്കിൽ സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ ഒരു ആക്ടിങ് എന്ന് പറയുമ്പോൾ? കാരണം ഇപ്പം പലരും ചിന്തിക്കുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഫയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു, പണ്ട് മുതലുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു, അവർ കുറച്ച് സീരിയസ് ആയിരിക്കും, അങ്ങനെ അവരങ്ങനെ റീലോ ടിക്ടോക്കോ അതുമായിട്ട് യാതൊരു ബന്ധവും ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ഒരു ബ്രേക്ക് ചെയ്ത ഒരാളാണ് രാഹുൽ, ശരിയല്ലേ? അപ്പം അത് ആൾക്കാർ കുറേ ചോദിക്കുന്നുണ്ടാവും ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ, ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അതായത് ടൈമിന്റെ കാര്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉള്ള 24 മണിക്കൂറേ എനിക്കുള്ളൂ. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ള രീതിയിലിരിക്കും. ഇപ്പോ എനിക്ക് തോന്നുന്നു യൂണിഫോം ഫോഴ്സിലുള്ള കുറേ ആൾക്കാർ ഇതുപോലെ റീലുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് മെയിൻ കാര്യം. സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മുടെ പ്രൊഫഷൻ ഇതായത് കൊണ്ട് നമ്മളുടെ പാഷൻ അങ്ങനെ മൂടി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഇപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്, അഭിനയത്തിൽ താല്പര്യമുള്ള ആൾക്കാർ ഇതുപോലെ ടിക്ടോക്ക് പോലുള്ള സംഭവങ്ങൾ, റീൽസ് സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള ഒരു സഹകരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോഴാണ് നമുക്കിത് പറ്റുന്നത്. ശരി, അവർ തീരെ സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്കിത് പറ്റില്ല. ഓക്കെ, അതപ്പോൾ ഡിപ്പെൻഡ്സ്. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം അനുസരിച്ചിരിക്കും, ചിലയിടത്ത് ആ സപ്പോർട്ട് കിട്ടണമെന്നില്ല അല്ലേ? ഇല്ല. പിന്നെ വെച്ചാൽ പോലീസ് ഇപ്പം പറഞ്ഞല്ലോ, പിന്നെ പോലീസുകാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇരിക്കണം. അതെ, ഇപ്പം മാറി. നമ്മളിപ്പോൾ ജനമൈത്രി പോലീസ് സംഭവം, അതായത് ജനങ്ങളെ അങ്ങനെ പേടിപ്പിച്ച് നിർത്താതെ പേടിക്കേണ്ടവർ മാത്രം പേടിച്ചാൽ മതി. നമ്മളെല്ലാവരും പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ പോലീസിനെ പേടിച്ചാൽ മതിയല്ലോ. അതാണ്. പക്ഷെ പണ്ട് മുതലേ നമ്മുടെയൊക്കെ മൈൻഡിലുള്ളൊരു പരിപാടി, പോലീസ് എന്ന് കേൾക്കുമ്പോൾ അതൊരു ധാരണയുണ്ടല്ലോ. അതെ അതെ, ചെറിയ കുട്ടികൾ തന്നെ പോലീസ് പിടിച്ചോണ്ട് വരും, അല്ലെ ഞങ്ങോട്ട് പോലും അവിടെ പോലീസുണ്ട്, പോലീസ് ആ ഒരു സാധനം ഉണ്ടല്ലോ. അത് ഇപ്പോൾ രാവിലെ അടുത്ത് തന്നെ ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനകത്ത് ഒരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു ധാരണ. നമ്മളെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് എങ്കിലും ഫയർഫോഴ്സ്. നമ്മളെ യൂണിഫോം അതെ, യൂണിഫോം ഫോഴ്സ് ആണ്. യെസ്. ഇപ്പൊ യൂണിഫോം കണ്ടിട്ട് എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് പോലീസിലാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് പല ആൾക്കാരും. കാരണം എല്ലാം കാക്കിയാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ പിന്നെ യൂണിഫോം ഫോഴ്സില് ഓരോ ഡിപ്പാർട്ട്മെന്റും വ്യത്യാസമാണ് അവരുടെ ജോലി. ഇപ്പൊ പോലീസുകാർ അങ്ങനെ ആവാൻ കാരണം അവരുടെ ജോലി അങ്ങനെയാണ്. ശരി, എല്ലാവരുടെയും തോളിൽ കൈയിട്ട് നടന്നു കഴിഞ്ഞാൽ അവരെ തലയിൽ കയറുമല്ലോ. അപ്പൊ നമുക്ക് ഓരോ ആൾക്കാരുടെ ഒരു ഡിസ്റ്റൻസ് എന്തായാലും വേണം. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഒരാളെ ഒരു അപകടത്തിൽ രക്ഷിക്കാൻ പോകുന്ന ആൾക്കാരാണ്. ശരി, ഒരു ഫയർഫോഴ്സുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോടുള്ള സ്നേഹം കുറച്ചുകൂടി കൂടും. കാരണം അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നമ്മളെ വിളിക്കുന്നു, നമ്മൾ അവരെ രക്ഷപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവതുല്യരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. തീർച്ചയായിട്ടും. അതുകൊണ്ടുള്ള ഒരു സ്നേഹം പ്രത്യേകമായിട്ട് ഉണ്ടാവും, കെയറിങ് ഉണ്ട്. രാവിലെ ഇപ്പം നമ്മളെ കുറേ വർക്ക്സ് ഇതിൽ എമർജൻസി ഇതിൽ പോയിട്ടുണ്ടാവില്ല. ഏറ്റവും റിസ്കി ആയിട്ട് ഒരുപാടുണ്ടാവും. എല്ലാത്തിനും റിസ്ക് ഉണ്ട് തീർച്ചയായിട്ടും, എന്ത് ഇതിലാണെങ്കിലും. പക്ഷേ ഇപ്പോഴും മൈൻഡിൽ ഓർക്കുന്ന ഒരു ഇവൻ്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ എന്ന് പറയുന്നത്? എനിക്കൊന്ന് നമ്മൾ പോകുന്ന ഓരോ നമ്മൾ കോൾ എന്നാ പറയാം, ഓരോ മെസ്സേജ് കിട്ടി നമ്മൾ അതിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു കോൾ എന്നാ പറയാം. ശരി. അപ്പോൾ ഓരോ കോളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ അനുഭവമാണ്. ഓക്കെ. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു ഫയർ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നാളെ അതേ ഫയർ ആയിരിക്കില്ല ഉണ്ടാവുക. അതായത് ഇന്നലെ കണ്ട ഫയർ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഫയർ ആണെങ്കിൽ പോലും അടുത്തൊരു ബിൽഡിംഗ് അത് വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഫയർ ആയിരിക്കില്ല. അവിടെയും റിസ്ക് ഉണ്ട്, ഇവിടെയും റിസ്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫയർ മാത്രമല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കോളുകൾ പലതരമാണ്. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിൽ നിൽക്കുന്ന ഒരു സംഭവം, റിസ്ക് പിടിച്ച സംഭവമല്ല ഞാൻ പറയുന്നത്. ഒരു ചെറിയ കുട്ടി, ഒരു വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി, അമ്മയും കുട്ടിയും പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ കിട്ടുന്ന ഒരു സമയം ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സമയമായിരുന്നു. അതുവരെ അങ്ങനെ ഒരു സംഭവം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്ന് രണ്ട് ദിവസം നമ്മുടെ മൈൻഡിലുണ്ടായ ഒരു ഇതാണ്. കാരണം നമ്മൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കുട്ടിയുടെ മുഖമാണ് എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഇങ്ങനെ ചലനമറ്റ് കിടക്കുന്ന ഒരാളുടെ അപ്പം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ദിവസം കാണുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് ഒക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് എന്താ പറയുക, നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു. ഒരിക്കലും മാറി നിൽക്കാൻ വേണ്ടി പറ്റില്ല. അതിൽ ആ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ കുറച്ച് ടൈം എടുക്കും അല്ലേ? പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊരു ഒരു ടിപ്പായിരിക്കുമല്ലോ. അത് കുറേ നമ്മൾ അറ്റൻഡ് ചെയ്തായിരിക്കും അതിലേക്ക് നമ്മൾ ആദ്യമൊക്കെ ഇപ്പോൾ ഒരു ആക്സിഡന്റ് സ്പോട്ടിൽ ബ്ലഡ് കാണുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ നമ്മളാണ് ഇപ്പോൾ ഒരു ആക്സിഡന്റ് സ്പോട്ടിലെത്തി അവിടെയുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴും അത് ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി റോഡിലുള്ള ബ്ലഡും അതിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നത് നമ്മളെയാണ് വിളിക്കുക. അപ്പം അതൊക്കെ ഇപ്പം
അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പോകും. യൂസ് ടു എന്നുള്ളൊരു അല്ലേ ഇപ്പം പറഞ്ഞത് മൈൻഡിൽ നിന്നൊരു ഒരു ഇതായിരിക്കാം. അതല്ലാതെ ഒരു റിസ്കി ആയിട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഏതായിരിക്കും? എല്ലാം റിസ്ക്കിയാണ്, ഞാൻ എടുത്ത് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുക. റിസ്കി എനിക്ക് തോന്നുന്നു എൻ്റെ മൈൻഡിൽ വരുന്ന സംഭവമാണ്. ഒരു പശുവിനെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് അത്യാവശ്യം നല്ല ആഴമുള്ളൊരു കിണറായിരുന്നു. കിണറിൽ നമ്മുടെ ആ ഒരു പരിസരത്ത്, അതായത് പയ്യന്നൂർ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ പശു കിണറിൽ വീഴുന്നൊരു സംഭവം. പക്ഷെ ഇങ്ങോട്ടൊക്കെ കുറവായിരിക്കാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ ഈ പശുവിനെ എടുക്കാൻ വേണ്ടി, അതും നല്ല ആഴമുള്ള കിണറായിരിക്കും. ശരി. അപ്പോൾ ഈ പശുവിനെ എടുക്കാൻ വേണ്ടി ഇറങ്ങി, നമ്മൾ 2 പേരാണ് ഇറങ്ങിയിട്ട് പശുവിനെ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് പശു ഓടാൻ തുടങ്ങി. കിണറാണല്ലോ, ഇത് വട്ടത്തിൽ ഓടാൻ തുടങ്ങി. അപ്പം നമ്മൾ ഇറങ്ങുക ഒരു റോപ്പിലാണ്. അപ്പോൾ ഈ റോപ്പ് ഇതിനനുസരിച്ച് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ 2 പേരെയും ചുറ്റിപ്പോയി ഈ റോപ്പ്. അപ്പോൾ നമുക്ക് ഈ പശു നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് മാറാതിരിക്കാനും പറ്റുന്നില്ല. പക്ഷെ മാറുന്ന സമയത്ത് ഇത് കൂടുതൽ ടൈറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നല്ല ടൈറ്റായി. ഞാൻ വിചാരിച്ചു ഏകദേശം തീർന്നു എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ മുകളിലേക്ക് വലിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവർ റോപ്പ് മേലേക്ക് വലിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണ് പശുവിനെ എടുക്കുന്നത്, റെസ്ക്യൂ ചെയ്തത്. അത് ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ടൈറ്റായിട്ട് ശ്വാസം കിട്ടാതെ പോയേനെ. അപ്പം അതാണ് എനിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു സംഭവം. അപ്പം നമ്മളെ ഇപ്പം പശുവാണെങ്കിൽ കൂടി നമ്മൾ അതിനെ രക്ഷിക്കാൻ പോകുമ്പോൾ നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് അത്രയും വലുതാണ്. പിന്നെ നമ്മുടെ 100% ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ജീവൻ വെച്ച് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണല്ലോ. ഇറ്റ്സ് ദ പാർട്ട് ഓഫ് ദ ഗെയിം. മനുഷ്യരാകുമ്പോൾ കുറച്ചുകൂടി നമ്മൾ സഹായിക്കും, കാരണം അവർക്ക് അറിയാമല്ലോ നമ്മൾ രക്ഷിക്കാനാണ് വന്നിട്ടില്ല. പക്ഷെ മൃഗങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇപ്പോൾ ഈ രാഹുലിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാകുന്ന പരിപാടികളുണ്ടല്ലോ. അപ്പോൾ അതിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ, സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെ അവർ തരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അവർ തരുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ. കാരണം അവർ കുറച്ചൊരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കിട്ടുന്നൊരു ഫീഡ്ബാക്ക് വേറെ ആയിരിക്കുമല്ലോ കോമൺ മാൻ തരുന്നതിൽ. അവരെന്താണ് പറയുന്നത്? രാഹുലിൻ്റെ മറ്റേ ഡിപ്പാർട്ട്മെന്റിലാണ്, പക്ഷേ റീൽ കണ്ടു അടിപൊളിയാണ്, അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? അതിപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും, ഞാനിപ്പോൾ എവിടെ പോയാലും എല്ലാവരും പറയും രാഹുലാണല്ലോ പിന്നെ ഇൻസ്റ്റാഗ്രാമില് വൈറലായിട്ടതൊക്കെ. പോൾസാറൊക്കെ ആണെങ്കിലും എല്ലാ വീഡിയോസിലും വന്ന് കമന്റ് ചെയ്യാറുണ്ട്. അത് ഞാൻ കാണാറുണ്ട്. കമന്റ്സ് ഒക്കെ ആണെങ്കിലും ഇവൻ സെൽഫ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില റീൽസ് അത് കുറച്ച് എന്റർടൈൻമെന്റ് പ്ലസ് ഇൻഫർമേഷൻ ആ രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ല സപ്പോർട്ടാണ്. പറഞ്ഞ പോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരുപാട് ആൾക്കാർ അതിൽ കമന്റ് ചെയ്യും, ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഇത് ആൾക്കാർക്ക് ഒരു കൗതുകം കൂടല്ലേ, ഈവൻ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും. യൂണിഫോം ഒക്കെ ഇട്ട് അല്ലേ, ഇവർ ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്നൊക്കെ. അതും ഭയങ്കര ഫൺ പേഴ്സൺ അല്ലേ, ഇത്രയും ജോവിയിലായിട്ടുള്ളൊരു. ആണ് ഫസ്റ്റ് സ്റ്റേഷനിൽ എല്ലാരെ കൊണ്ടും ആദ്യം PP മാത്രമേ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ, പിന്നെ സ്റ്റേഷനിൽ ഇത് എന്നോട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. മുമ്പ് ഞാൻ അങ്ങോട്ട് പറയണം നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്താലോ. അപ്പം ആദ്യമൊക്കെ ചെയ്യണോ, ചെയ്യാം, വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി, പുതിയ ട്രെൻഡൊന്നും വന്നില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ലേ ആൾക്കാർക്ക്. ഇതിന്റെ ഇടയിൽ നോക്കുമ്പോ PP വേറെ ഏതോ ഒരു സാറിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത്, അതായത് ആദ്യം ഇങ്ങനെ ഒരു ലുങ്കി എടുത്തിട്ട് ഒരു സാറ് പുറത്തോട്ട് വരുന്നു, അതിന് പെട്ടെന്ന് സാറിന് എന്തോ പോകുന്നത് മ്യൂസിക് മാറുമ്പോൾ സാർ യൂണിഫോം ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടക്കും. ഞാൻ ചെയ്താര് അപ്പൊ അത് സാറിന് ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തു. ആൾക്കാർ മാറി. ആൾക്കാരിപ്പോ മുമ്പൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇതെങ്ങനെയാ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ധാരണയായി. ഇപ്പൊ വീഡിയോ എഡിറ്റിംഗ് എന്ത് ചോദിച്ചാലും അത് ചെയ്യാലോ, രാഹുലിനോട് പറയാം അല്ലെങ്കിൽ PP-നോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ യൂട്യൂബ് പഠിക്കാൻ തുടങ്ങി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. ആണല്ലേ, മറ്റേ അവിടെ ജോലിക്ക് പോകുമ്പോഴേ സീറ്റിലിരിക്കുമ്പോൾ അടുത്ത വീഡിയോ ഇതൊരെണ്ണം എനിക്ക് എടുത്തു തരുമോ, സ്ലോ മോഷൻ എടുത്തു തരുമോ. പിന്നെ അവിടുത്തെ താരം കൂടല്ലേ ആൾക്കാർ. മില്യൺ വ്യൂസ് ഒക്കെ 10 മില്യൺ 20 മില്യൺ ഒക്കെ കിട്ടുന്ന വ്യൂസ്. അത് വെച്ചാൽ അതിന്റെ കണ്ടന്റിന്റെ ഒരു ക്വാളിറ്റി കൊണ്ടാണ്, അല്ലാണ്ട് നമ്മള് ഭയങ്കര സംഭവമായത് കൊണ്ടല്ല അത്. കാരണം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും മുൻകൈ എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും കൊള്ളാം. ഇനി എപ്പോഴാണ് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു ആക്ടിങ് ഒരു ഫിലിമിൽ ഒരു പരിപാടി അങ്ങനെ കോൾസുകൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അഖില എന്ത് പറയുന്നു, അതിനോട് യോജിക്കുന്നുണ്ടോ? താങ്കൾ ഈ ക്വസ്റ്റ്യനോട് യോജിക്കുന്നുണ്ടോ? തീർച്ചയായും യോജിക്കുന്നു. അല്ല, PP-ക്ക് എന്തായാലും അഭിനയിക്കാൻ താല്പര്യമുണ്ട്, പിന്നെ അഭിനയിക്കുന്നുണ്ട്. ഒരു സിനിമ നടൻ കൂടി ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അല്ല, നമ്മള് ശരിക്കും ഈ ടിക്ടോക്കും
ഡബ് സ്മാഷ് എല്ലാം ചെയ്ത് തുടങ്ങിയ ആൾക്കാരാണ്. അതെ. അപ്പം കല്യാണത്തിന് ശേഷം നമ്മൾ AR റീൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ രണ്ടാളെയും വീഡിയോസൊക്കെ അങ്ങനെ ചെയ്തിട്ടാണ് അഖില ഭാർഗവ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ ഇവിടെ അതെ അതെ ഉണ്ടാവുന്നത്. അതെ അതെ. അപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു ആക്ടിങ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവളുടെ അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും ഉണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടൈമായി എന്നുള്ളൊരു തോന്നൽ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കാസ്റ്റിംഗ് കോൾസൊക്കെ അയക്കാൻ തുടങ്ങി. മാക്സിമം ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് അടുത്ത വല്ലതും പരിപാടി വരുവാണെങ്കിൽ പറയണം കേട്ടോ, എനിക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ പരിപാടി ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പിച്ചോ? അല്ല, അങ്ങനെ ഉറപ്പിക്കാനായിട്ടില്ല. അല്ല, എന്ന് പറയുമ്പോഴേ ആൾക്കാർ അങ്ങനെ പറയണില്ല. എന്തായാലും ഡയറക്ടേഴ്സ് പ്ലേസ് അല്ലേ, ഹീസ് റെഡി. പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, രാവിലെ വിളിച്ച് അങ്ങനെ വിളിക്കാതിരിക്കുന്നവരും കാണത്തില്ലേ ചിലപ്പോൾ. ഇപ്പം ഷോർട്ട് മൂവീസ് ആയിരിക്കാം, എന്തുമായിരിക്കും, കാരണം അവിടെ വർക്കും ബിസിയും ഫോഴ്സ് കാര്യങ്ങൾ, അങ്ങനെ തെറ്റിദ്ധാരണയുള്ളവരും കാണത്തില്ലേ? ഉണ്ടാവണം, പക്ഷെ PP ഒന്ന് ഒരുങ്ങി പുറപ്പെട്ടിരിക്കുക. അങ്ങനെ ആൾക്കാർ ഇതിൽ ലീവ് എങ്ങനെയാ, ലോങ് ലീവ് എടുക്കാവോ, മറ്റേത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചിന്തകൾ. നമുക്ക് ലീവിന്റെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ കണ്ടിന്യൂസ് കുറേ ദിവസം വേണ്ടി വന്നാൽ ലീവിന്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, സാലറി കിട്ടാത്ത ലീവ് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു ലോങ് ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 5 വർഷം വരെ മാക്സിമം ലീവ് എടുക്കാം. അങ്ങനെ ലീവ് എടുത്തിട്ട് ഇപ്പോൾ ഫിലിമിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ജിബിൻ ഗോപിനാഥ്. അറിയാലോ, ഡയസറിയിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ആളാണ്. ശരി ശരി. പുള്ളി പോലീസുകാരനാണ്, 5 വർഷം ലീവ് എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഷൻ കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു ടൈം ഏതാണ്, ആ ടൈമിൽ ലീവ് എടുക്കുക, അത് കുറച്ച് ചെയ്യുക, തിരിച്ച് നമ്മുടെ ഒരു ബാക്ക് ടു നമ്മുടെ ഡ്യൂട്ടി വരിക എന്നുള്ളതാണ്. കാരണം ഇത് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത് എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ആണെന്നുള്ളത്. കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു റിസ്ക് എടുത്ത് ഇറങ്ങുന്നു, നടന്നില്ലെങ്കിൽ തിരിച്ചു വരുന്നു. നമ്മൾ അല്ല, ഇതെന്ന് വെച്ചാൽ നമുക്ക് മാത്രം കിട്ടുന്നൊരു ഓഫറാണ്. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിയ ആൾക്കാരെന്ന നിലയിൽ നമുക്ക് കിട്ടുന്നൊരു സംഭവമാണ്. അതെ, യെസ്. അപ്പം അങ്ങനെ തന്നെ വരട്ടെ അല്ലേ? വരട്ടെ. അഖില, എന്താണ് പ്രൈമറി 2ന്റെ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ? ഞങ്ങൾക്കും ഒന്നും അറിയില്ല. ഇതൊക്കെ തന്നെ ഞങ്ങൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോ ഇല്ലേ, അങ്ങനെ ഞങ്ങൾ ന്യൂസ് ഒഫീഷ്യലി ഒന്നും പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ചിലപ്പോഴും നടക്കുമായിരിക്കും ഇനി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. ഇപ്പൊ ബദ്ലഹേമിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും, അതൊക്കെ കഴിഞ്ഞപ്പോ അതൊക്കെ ഉണ്ടാവുമായിരിക്കും എന്തെങ്കിലും പ്രതീക്ഷിക്കാം. അതെ.